ഹണി, എന്തിനാ മ്യൂസിക് ഓൺ ചെയ്തത്? ഞാനല്ല ഓൺ ചെയ്തത്. ബണ്ണി, മ്യൂസിക് ഓഫ് ചെയ്തേക്ക്. എടാ, സീറ്റ് താഴേക്ക് ഇറക്ക്, താഴേക്ക് ഇറക്ക്. അത് കൊള്ള കൊച്ചലിയ, എനിക്ക് മാത്രം എത്ര നല്ല കാലാവസ്ഥയാണ്. രക്ഷിക്കണേ, രക്ഷിക്കണേ. രക്ഷിക്കേ, രക്ഷിക്കേ. ബണ്ണി, ഞാനിതാ എത്തിക്കഴിഞ്ഞു. സാബാഷ് ജോർദാർ, വേഗം വലിക്കേ. നോ എൻട്രിയിൽ പോവുകയാണോ? അതും ചാടി ചാടി പിടിക്കവന്. നിനക്ക് ജീ പൊട്ടിക്കാൻ അറിയില്ലേ? എനിക്ക് നോ എൻട്രിയിൽ പോകാൻ അറിയില്ല. എടാ, സൂക്ഷിച്ച. ഇനി എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുക? സാറേ, ആദ്യം നമുക്ക് രക്ഷപ്പെടാം. എടാ പണിമണി, എന്റെ ജിപ്പിനെ ഇടിച്ച് പപ്പടമാക്കിയല്ലേ? ഞാൻ നിന്നെ വെറുതെ വിടില്ല. അതെന്റെ ബൈക്കാ, ഞാൻ കൊണ്ടുപോവോ? പോലീസ് വേഷം ഇട്ട് പട്ടാപ്പാല് മോഷണം നടത്തുക. ഞാൻ മോഷ്ടിച്ചതല്ല, ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. സ്റ്റേഷനിലോട്ട് വന്ന് ബൈക്ക് വാങ്ങിച്ചോട് പൊക്കോ. നിക്ക് നിക്ക്. ഇതെവിടെ നിന്നാണ് വന്നത്? ഇവൻ നമ്മളെ എല്ലാവരെയും മണ്ടനാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പെയിന്റിങ്ങിന്റെ എഫക്ട് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവൂ എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം. അതാ പോകുന്നു, താഴേക്ക് വാ. ഒരു ഏണി വരയ്ക്കാം. ഏണിയാന്ന് വിചാരിച്ച് ഇറങ്ങുമ്പോ താഴെ വീഴുന്ന പരിക്കേൽക്കും. വിഡ്ഢികളെ, നിങ്ങൾക്കറിയില്ലേ അവൻ എന്ത് വരയ്ക്കുന്നുവോ അത് കാണാതെ പോകും. പിന്നെ എന്തിനാ എന്റെ പുറകെ താഴേക്ക് ഇറങ്ങിയത്? ഇനി വാതിലൂടെ ഞാൻ പോകും പുറത്തേക്ക്. പിന്നെ കാണാം. എന്തൊരു കാറാണ്, സംശയമുണ്ടോ? അല്ല, ഈ കാർ ആരുടേതാ? ഇവിടെ എന്തിനാ പാർക്ക് ചെയ്തിരിക്കുന്നേ?
ഇങ്ങോട്ട് വാ, വേഗം ഇങ്ങോട്ട് വാ. എത്ര നല്ല കാറാണ്. പിന്നെ ഇതിനെ ഇയാള് തറയെ കിടന്നുറങ്ങുന്നത്. എടാ ഉറങ്ങുകയല്ല, ബോധം പോയിരിക്കാ. സംശയമുണ്ടോ? ആരോ ഇയാളെ ബോധം കെടുത്തിട്ട് മോഷ്ടിച്ചിരിക്കുകയാണ്. കൊച്ചലിയ, എന്റെ തലയ്ക്കകത്ത് ഒരു അടിപൊളി ഐഡിയ തോന്നുന്നുണ്ട്. ഒന്നും പറയരുത്. ഏ? ഏ? ശരി ശരി, ഇങ്ങനെയും സംഭവിക്കാൻ വഴിയുണ്ടല്ലോ. ചിലപ്പോ ആരെങ്കിലും മോഷ്ടിച്ചിട്ട് ഇയാളെ ബോധം കെടുത്തിയതാണെങ്കിലോ? എടാ ഇതിൽ എന്താണ് വലിയ മാറ്റമുള്ളത്? ബോധം കെടുത്തി മോഷ്ടിച്ചോ, മോഷ്ടിച്ചിട്ട് ബോധം കെടുത്തിയോ? ഇതിലെന്താണ് വലിയ കാര്യമുള്ളത്? ആ, അങ്ങനെ വലുതായിട്ട് കാര്യമൊന്നുമില്ല. തലയ്ക്കകത്തൊരു ചോദ്യം തോന്നി, ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അതെ, ഈ കാർ ഇവിടെ ഇട്ടിട്ട് പോയാ തീർച്ചയായും ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകും. വണ്ടി ഞാൻ ഓടിക്കാം. എടാ വേഗം സീറ്റ് ബെൽറ്റ് ഇട്ടോ, വണ്ടി ഓടിക്കുന്നത് ഹണിയാണ്. ടിക്കറ്റിലൊന്നും ഇന്ത്യ മാത്രമേ ജയിക്കൂ. എന്റെ പോക്കറ്റിൽ 60 രൂപ 50 പൈസ മാത്രമേ ഉള്ളൂ. അടികൈ. നിന്റെ പോക്കറ്റിൽ നിന്നല്ല, ബാങ്കിലുള്ള മുഴുവൻ കാശെടുത്ത് വെക്കാനാ പറഞ്ഞതാ. എന്നെ ഷൂട്ട് ചെയ്യരുത്. ഇതാ പൈസ. താൻ എന്താണ് ഈ കാണിക്കുന്നത്? എന്തിനാ അത് കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഇയാൾ ഷൂട്ട് ചെയ്യും സാർ. ഞങ്ങളുള്ളപ്പോ ബാങ്ക് നിനക്ക് കൊള്ളയടിക്കാൻ കഴിയില്ല. ഏതായത് എന്റെ പെണ്ണിന്റെ ശക്തിയെല്ലാം കുറഞ്ഞിരിക്കുന്നു. ഞാൻ ഇവിടെ രക്ഷപ്പെടാം. ആരും ഇവിടെ നനങ്ങി പോകരുതാ. കാക്കയുടെ നിറം എന്നും കറുപ്പാ. എന്റെ പണി ഇതോടെ പോകുന്നുള്ള കാര്യം ഉറപ്പാ. അടികൈ. എന്റെ സമയം ഇന്ന് നന്നായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഡസ്റ്റ്ബിനകത്തേക്ക് വരേണ്ടി വരുമായിരുന്നു. സംശയമുണ്ടോ? ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്തിനാ നീ വെറുതെ വാചകം അടിക്കുന്നേ? അവരെ നമുക്ക് തടയാൻ കഴിയില്ല. ഇത് വാട്ടർ ഗണ്ണാ. ഇതും ഒരു വലിയ ആയുധം തന്നെയാ. വേഗം വാ. ആ, അവൻ ഇവിടെയുണ്ട്. വാ വാ, വന്നു നോക്ക. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. എന്നാ വാ, എന്നെ പിടിക്ക. ഞാൻ എവിടെയാണ്? ഇയാൾക്ക് ഓർമ്മയും പോയി. എന്റെ ഓർമ്മയൊന്നും പോയിട്ടില്ല. അതൊക്കെ പോട്ടെ, നിങ്ങളൊക്കെ ആരാ? എന്നെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നേ? സാർ, അങ്ങ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നിങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. പോലീസ് സ്റ്റേഷനോ? എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ട. വണ്ടി നിർത്ത്. താങ്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് പോകേണ്ടത്. നിങ്ങളെ ആരോ ബോധം കെടുത്തി മോഷ്ടിച്ചിരിക്കുകയാണ്. സംശയമുണ്ടോ? എന്നെ ആരും ബോധം കെടുത്തിയിട്ടല്ല മോഷ്ടിച്ചത്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഇദ്ദേഹത്തെ മോഷ്ടിച്ചിട്ടാണ് ബോധം കെടുത്തിയത്. എടാ, എന്റെ കയ്യിൽ നിന്നൊന്നും മോഷണം പോയിട്ടില്ല. വണ്ടി നിർത്ത്. എന്നെ ഇറക്കി വിട്. എന്നെ ഇറക്കി വിടാൻ. ഈ കാറുകളോടൊപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കാറുകളനോ? അപ്പൊ അതാണ് ഇവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പേടിച്ചത്. സംശയമുണ്ടോ?
ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വാ. ലെഫ്റ്റിലേക്ക് തിരിയാൻ പറഞ്ഞതല്ലേ, എന്തിനാ ഇതിലേക്ക് പോകുന്നത്? ഇത് വെച്ച് തിരിക്കാൻ കഴിയുന്നില്ല. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. വേണ്ട വേണ്ട എന്നെ വിട്, ഞാൻ പോയേക്കാം. അതെങ്ങനെ പോകാൻ കഴിയും? അങ്ങനെ വിടില്ല. നിനക്കെന്താ കാര്യം മനസ്സിലാകത്തത്? ഇതിന് മനസ്സിലാക്കാൻ എന്താണുള്ളത്? നീ കള്ളനാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കാലിന് കൈവരുന്നു. അവര് രണ്ടുപേരെയും അവിടെ പിടിച്ചിരുത്തി. ഇവിടെ എന്തായി സംഭവിക്കുന്നത്? എടാ കഴുതകളെ, ഇത് സൂപ്പർ കാറാണ്, അതുകൊണ്ടാണ് ഞാനിത് മോഷ്ടിച്ചത്. പക്ഷെ ഈ കാർ തന്നെ എനിക്കിട്ട് പണി തന്നല്ലോ. ഇത് വളരെ വിലപിടിപ്പുള്ള കാറാണ്. ആരും ഒന്നും പറയരുത്, അല്ലെങ്കിൽ ഈ കാർ നമ്മൾ തല്ലും. നീ ഞങ്ങളെ എങ്ങോട്ടേ കൊണ്ടുപോകുന്നത്? നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? അപ്പോൾ നിങ്ങളാണല്ലേ സൂപ്പർ കാർ മോഷ്ടിച്ചത്? അല്ല. Shut up. നിങ്ങൾ തന്നെയാണ് കള്ളന്മാർ. അതാണ് എന്റെ കാറിനകത്ത് കുടുങ്ങിയത്. ഇല്ല, കാറുകളൻ അവനാണ്. അതെ, ഞങ്ങൾ കാർ റോഡിൽ കിടക്കുന്നത് കണ്ടിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചതാണ്. എല്ലാം നമ്മളെ കൊണ്ട് കഴിയും. സൂക്ഷിച്ചു ചെയ്താൽ മാത്രം മതി. വരൂ, നമുക്ക് തുടങ്ങാം. യെസ് മാഡം, എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് പുതിയ ഹെയർ സ്റ്റൈൽ വേണം. എനിക്ക് ഇന്നൊരു കല്യാണത്തിന് പോകാനുള്ളതാ. ഓക്കേ. ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയായി മാറാൻ തയ്യാറായിക്കൊള്ളൂ മാഡം. സംശയമുണ്ടോ? സാർ, ഏത് ഹെയർ കട്ടാണ് സാറിന് വേണ്ടത്? ബച്ചൻ കട്ട്, സൽമാൻ കട്ട്, അതോ സൂപ്പർ സ്റ്റാർ കട്ടോ? എന്റെ തലയിൽ ഒരു മുടി പോലും ഇല്ല. എന്നിട്ട് നീ എന്തോന്ന് കട്ടിയാനാ? എനിക്ക് ഷേവ് മാത്രം ചെയ്താൽ മതി. പറയണം സാർ, എന്താണ് ചെയ്യേണ്ടത്? മുകളിലൊന്ന് ചെറുതായിട്ട് ട്രിം ചെയ്താൽ മാത്രം മതി. പിന്നെ ബാക്ക് സൈഡിൽ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് തരണം. യു നോ മൈ ഗേൾ ഫ്രണ്ട്സ് നെയിം. ഒരു വല്ലാത്ത പേരാ, W. ഹണി, നീ പണി നോക്ക്. സാറേ, ഇപ്പൊ തീരും. റിലാക്സ്. വേഗം ഫേഷ്യൽ ചെയ്യൂ. നിങ്ങൾ എന്തോന്നായി കാണിക്കുന്നേ? എനിക്ക് ഷേവ് മാത്രം ചെയ്താൽ മതി. ഇത് ഞങ്ങളുടെ സ്റ്റൈലാണ് സാർ. ഷേവിങ്ങിന്റെ കൂടെ സാലഡ് ഫ്രീ. എന്നാലൊന്ന് പെട്ടെന്ന് ചെയ്തു തീർക്ക്. മോനെ, ബാങ്ക് മാനേജർ അങ്ങാണോ? അതെ. ചന്ദ്രഗ്രഹണത്തിന്റെ അന്ന് ചന്ദ്രൻ എങ്ങനെയാണ് കാണാതെ പോകുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ ചുവരിങ്ങനെ നശിപ്പിക്കുന്നത്? അടികൈ. ഞാനിപ്പോ നിങ്ങളുടെ ബാങ്ക് കൊള്ളടിക്കാൻ പോവുകയാണ്. Guards! എടാ, ഇൻസ്പെക്ടർ പാണ്ഡ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഈ കള്ളൻ സത്യത്തിൽ ഉള്ളത് തന്നെയാ. നമ്മളാണ് വിശ്വസിക്കാത്തത്. അപ്പൊ ഇവൻ ഭൂതമാണോ? അല്ല, അവന്റെ കയ്യിൽ മാജിക്കൽ സ്കെച്ച് പെൻ ഉണ്ട്. അതുകൊണ്ട് എന്ത് പടം വരയ്ക്കുന്നോ അത് യഥാർത്ഥമായി തീരും.
ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഒരു ചുമര് വരച്ച് ഉമാർക്കിട്ടൊരു പണി കൊടുക്കാം. ഇതെന്താ വെള്ളം കൊണ്ടപ്പോ മാഞ്ഞു പോയല്ലോ. നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നോക്കട്ടെ എന്നെ ആര് തടുക്കുമെന്ന്. നിനക്കിട്ടൊരു പണി ഞാൻ തരുന്നുണ്ട്. ഇതിൽ വെള്ളം തീർന്നു പോയി. എന്താ ഈ കാണിച്ചതാ? ഈ കലക്കിയുടെ പണി. ഇവന്റെ മുഴുവൻ ശക്തിയും ഇവന്റെ സ്കെച്ച് പെനിലാണുള്ളത്. സംശയമുണ്ടോ? അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്ക. ഉടൻ തന്നെ വെള്ളം ഒഴിച്ച് അവന്റെ കയ്യിലെ വടി മായ്ച്ചു കളയാം. എടാ അത് ഒറിജിനൽ തടിയാണ്. സംശയമുണ്ടോ? ഞാൻ മറന്നു പോയി. നിങ്ങൾ എന്താ കരുതിയത് എനിക്ക് സ്കെച്ച് വരയ്ക്കാൻ മാത്രം അറിയാന്നാണോ? സോറി മാഡം. വെള്ളിയാഴ്ച തോറും പുറത്തു വരും പുതിയ പടം. നീ വിചാരിക്കുന്ന പോലെ ഞാനല്ല മാഡം. അടികൈ. കൊച്ചളിയാ കണ്ണ സാറിന്റെ പെങ്ങളാണെന്ന് തോന്നുന്നു. എടാ ഇത് കന്ന സാറ് തന്നെയാണ്. സംശയമുണ്ടോ? കന്ന സാറേ, അങ്ങെന്തിനാണ് പെൺകുട്ടികളെ പോലെ മേക്കപ്പ് അണിഞ്ഞ് വന്നിരിക്കുന്നത്? കിറ്റി മേക്കപ്പ് ചെയ്തതാ. കിറ്റി മേക്കപ്പ് ചെയ്തെന്നോ? മേക്കപ്പ് ചെയ്തത് കിറ്റിയാണെങ്കിൽ മാറിപ്പോയത് സാറാണല്ലോ. എടാ കഴുതേ, കിറ്റി എനിക്ക് മേക്കപ്പ് ചെയ്തെന്നാ പറഞ്ഞത്. ഇദ്ദേഹം പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. സോറി, അങ്ങേ കാണാൻ നല്ല കോമഡി ആയിട്ടുണ്ട്. സംശയമുണ്ടോ? ലോകത്തുള്ള എല്ലാവർക്കും ഞാൻ ഹീറോയാണ്. നിങ്ങൾക്ക് ഞാനിപ്പോൾ കൊമേഡിയനാണ്. അടികൈ. പക്ഷേ കിറ്റി എന്തിനാ അങ്ങനെ ചെയ്തത്? പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാ. ഇന്ന് മുതൽ അവള് ബ്യൂട്ടി പാർലർ തുടങ്ങുകയല്ലേ. കൂട് തുറന്നപ്പോൾ കിളി പറന്നു. കിറ്റി മാർക്കറ്റിൽ അവളുടെ ഷോപ്പ് തുറന്നു. അടികൈ. ഞങ്ങൾക്ക് കിറ്റിക്ക് ഉടൻ തന്നെ കൺഗ്രാറ്റ്സ് ചെയ്യണം. സംശയമുണ്ടോ? അതെ അതെ, വേഗം വാ. എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത എന്താ സംഭവിക്കുക? കൊച്ചളിയാ എന്തായി കാണിച്ചത്? എന്താ കാണിച്ചത്? ഷേവിംഗ് ചെയ്തതാ. സാറിപ്പോ വളരെ ഹാൻസമാ. ഷേവിംഗ് തീരുന്നത് വരെ കുക്കുംബർ മാറ്റരുത്. എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. അദ്ദേഹത്തിന് പൂശാൻ വേണ്ടി കൊണ്ടുവന്ന ഭാമാണിത്. താനത് വെച്ച് ഫേഷ്യൽ ചെയ്തോ? മാഡം, ഇത് സ്പെഷ്യൽ ഹെർബൽ ക്രീമാണ്. കുറച്ച് നീറും ഞാൻ ക്ലീൻ ചെയ്ത് തന്നേക്കാം. സാർ സാർ, ഡബ്ല്യൂയിലുള്ള ഗേൾഫ്രണ്ട് കൊള്ളില്ല. ഓയിലെ ഗേൾഫ്രണ്ട് ആണ് ബെസ്റ്റ്. ഓയിലെ ഗേൾഫ്രണ്ടിനെ അന്വേഷിക്കണം.
അത് തന്നെയായിരിക്കും ബെസ്റ്റ്. ആഫ്റ്റർ ഷേവ് ലോഷൻ തന്നെ. വേണ്ട, ലോഷന്റെ ആവശ്യമേ ഇല്ല. മീശ അവിടുന്ന് പോവും. ഞാൻ ആഫ്റ്റർ ഷേവ് ലോഷനാ ചോദിച്ചത്, അല്ലാതെ ഹെയർ റിമൂവർ അല്ല. ചെല്ലേ, പോയി ആഫ്റ്റർ ഷേവ് ലോഷൻ എടുത്തോണ്ട് വാ. ഇതെന്താ ഈ കാണിച്ചത്? ഇതൊക്കെ ചെയ്യാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? എന്ത് അടിപൊളി ഹെയർ സ്റ്റൈലാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ പാർട്ടിയിൽ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും അടിച്ചു പൊളിക്കും. താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ ഇപ്പൊ അങ്ങേ കാണാൻ ശരിക്കും ഹാൻസം ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എപ്പോഴും ഉണ്ടാവണം കേട്ടോ. നിന്റെ മുഖം കാണാനും ഇപ്പൊ നല്ല രസമുണ്ട്. കാണാൻ പഴയതിനേക്കാൾ സുന്ദരിയായിട്ടുണ്ട്. ശരി, എന്നാ എന്റെ ഗ്രൂപ്പ് മുഴുവൻ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും.